നമസ്കാരം. എൻ്റെ ജീവിതത്തിലെ ദുരന്തങ്ങളുടെ 7 വർഷം കണക്കുകൂട്ടലുകളും പ്രതീക്ഷകളുമെല്ലാം തകർന്നു. കച്ചവടത്തിൽ തനിക്ക് സംഭവിച്ച പാളിച്ചകളെക്കുറിച്ചും കടബാധ്യതകളെക്കുറിച്ചും മകൻ അഫാൻ പറഞ്ഞതൊന്നും ശരിയല്ലെന്നാണ് ഈ പറഞ്ഞ റഹീം പറയുന്നത്. അതായത് നാട്ടിൽ എത്തിയ റഹീമാണ് ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. നാട്ടിലെത്തി ഭാര്യയെ കാണണം, അവൾക്ക് അരികിലിരിക്കണം. എങ്ങനെ ഞാൻ ഈ നഷ്ടങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്തുമെന്നറിയാതെ ആ മനുഷ്യൻ ആകെ നട്ടം തിരിഞ്ഞു, വേദനയിലാണ്ടു. എങ്ങനെ നാട്ടിലേക്ക് മടങ്ങുമെന്ന് അറിയാതെ നിന്ന തനിക്ക് ഇത്ര പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങാൻ വഴിതെളിച്ചത് നാസ് വാക്കം ഇടപെട്ടതുകൊണ്ടാണെന്ന് അദ്ദേഹം പറയുന്നു. സഹായിക്കാനും ആശ്വാസം പകരാനും ഒക്കെ ഒപ്പം നിന്ന സൗദിയിലെ പ്രവാസി സമൂഹത്തിനും തൻ്റെ അവസ്ഥകൾ പുറം ലോകത്തെത്തിച്ച് സഹായിച്ച മാധ്യമങ്ങൾക്കുമൊക്കെ ആ പിതാവ് നന്ദി പറഞ്ഞാണ് വിമാനം കയറിയത്. രാവിലെ 7:30-ഓടെയാണ് തിരുവനന്തപുരത്ത് എത്തിയത്. നാട്ടിൽ 65 ലക്ഷം രൂപ കടമുണ്ടെന്ന് അഫാൻ പോലീസിന് മൊഴി കൊടുത്തതൊന്നും സത്യമല്ലെന്ന് ആ അച്ഛൻ പറയുകയാണ്. തനിക്ക് നാട്ടിൽ 5 ലക്ഷത്തോളം രൂപ കടവും സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു ലോണുമാണോ ഉള്ളതെന്ന് അദ്ദേഹം ആണയിട്ട് പറയുന്നു. കോവിഡിന് മുൻപ് വരെ തൻ്റെ കച്ചവടവും സ്ഥാപനവും നന്നായി തന്നെ നടന്നു വന്നിരുന്നു. ലോക്ക്ഡൌണിന് ശേഷം വന്ന പ്രതിസന്ധിയാണ് സാമ്പത്തിക ബാധ്യതയായി മാറിയത്. അഫാന് സൗദിയിൽ നല്ല ജോലി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇതിനിടെ എവിടെയാണ് എപ്പോഴാണ് തന്റെ മകന് തെറ്റുപറ്റിപ്പോയതെന്ന് അറിയില്ലെന്ന് റഹീം പറയുന്നു. സ്പോൺസറിന്റെ തന്നെ കട മാസം തോറും 6000 റിയാൽ വാടകയ്ക്കെടുത്ത് നടത്തുകയായിരുന്നു. കച്ചവടത്തിൽ നിന്ന് ലഭിച്ച വരുമാനം ഉപയോഗിച്ചാണ് വീട് വെച്ചതും വസ്തു വാങ്ങിയതും ഒക്കെ. ബന്ധുക്കളുമായുമൊക്കെ നല്ല സ്നേഹ സഹകരണത്തിൽ തന്നെയായിരുന്നു. കോവിഡിന് ശേഷമാണ് ബാധ്യതകൾ കൂടിയത്. തുടർന്ന് യമനികളുടെ അടുത്തു നിന്നും പലിശയ്ക്ക് പൈസ എടുത്ത് കച്ചവടം ചെയ്തു. കടയുടെ ലൈസൻസും ഇഖാമയും അടക്കമുള്ള രേഖകളും ഒരു സാക്ഷിയെയും നൽകിയാണ് കാശ് വാങ്ങിയിരുന്നത്. പൈസ കടം വാങ്ങി കച്ചവടം ചെയ്ത് കാശ് അടക്കുന്നുണ്ടെങ്കിലും എനിക്ക് കച്ചവടം കുറയുകയായിരുന്നു. എങ്ങനെയെങ്കിലും ഇതൊക്കെ ശരിയാക്കാമെന്ന വലിയ പ്രതീക്ഷയിൽ കച്ചവടം ചെയ്തു പോകാനാണ് ശ്രമിച്ചത്. സ്പോൺസർക്കുള്ളത്, സ്വന്തം ചെലവ്, വീട്ടിലേക്കുള്ള ചെലവ് എന്നിവയ്ക്കൊക്കെ കച്ചവടത്തിൽ നിന്ന് തന്നെ കണ്ടെത്തേണ്ടത് വന്നു. ബാധ്യതകൾ കൂടിയതോടെ അടുത്തടുത്ത് 2 തവണ പണം കടമായെടുത്തു. 30,000 റിയാലാണ് കടമെടുത്തത്. അതിൽ കുറച്ചടച്ചിരുന്നു. പിന്നീട് ജാമ്യം നിന്ന ഒരു പാലക്കാട്ടുകാരൻ കടം ഇതുപോലെ വാങ്ങിയിരുന്നു. അയാൾ പെട്ടെന്ന് നാട്ടിൽ പോയതോടുകൂടി ആ ബാധ്യത കൂടി റഹീമിന്റെ ചുമലിലായി. അയാളും റഹീമും പരസ്പരം ജാമ്യം നിന്നാണ് പണം എടുത്തിരുന്നത്. അയാൾ തിരിച്ചെത്താത്തത് കൊണ്ട് റഹീമിന് അതും കൂടി കൊടുക്കേണ്ടതായി വന്നു. ഏകദേശം 22,000 റിയാൽ യമനിക്ക് കൊടുക്കാനുണ്ടെന്നാണ് റഹീം പറയുന്നത്. വീട് വിൽക്കാൻ ശ്രമിച്ചത് ഈ കടങ്ങളൊക്കെ വീട്ടാനായി മാത്രമാണ്. എന്നിട്ടും റഹീം നാട്ടിൽ പോകാതെ ഇവിടെ തന്നെ നിന്നത് 2-3 വർഷം ജോലി ചെയ്ത് കടങ്ങളൊക്കെ വീട്ടാനാകുമെന്ന ഉറച്ച വിശ്വാസത്തിലും കണക്ക് കൂട്ടലിലുമായിരുന്നു. പക്ഷേ മകന്റെ ചെയ്തികൾ ആ അച്ഛൻ്റെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചു. അഫാന്റെ ക്രൂരതയിൽ ഇളയ മകനെയും ഉമ്മയെയും സഹോദരനെയും സഹോദര ഭാര്യയെയും റഹീമിന് നഷ്ടമായി. ഭാര്യ ഷമി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലും. തന്നെ വേദന മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞാണ് റഹീം തിരുവനന്തപുരത്തേക്ക് വിമാനം കയറിയത്. എങ്ങനെയാണ് നഷ്ടമുണ്ടായതെന്ന് അടക്കം റഹീം വിശദീകരിച്ചു കഴിഞ്ഞു. കോവിഡാണ് ആ കുടുംബത്തെ സാമ്പത്തികമായി തളർത്തിയതെന്ന് വ്യക്തമാണ്. മരിച്ചവരെ അവസാനമായെന്ന് കാണാൻ നാട്ടിലെത്താൻ പോലും കഴിയാത്ത പ്രതിസന്ധിയിലായിരുന്നു റഹീം ഉണ്ടായിരുന്നത്. പൈസ കടം വാങ്ങി കച്ചവടം ചെയ്ത് കാശ് അടക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് കച്ചവടം കുറഞ്ഞതും പ്രശ്നമായി. അപ്പോൾ അത്തരത്തിലെല്ലാം ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് അഫാന്റെ ഈ നീക്കം മുഴുവൻ നടന്നിരിക്കുന്നത്. അഫാൻ വരുത്തിവെച്ച കടമാണോ അതോ ഉമ്മയായിട്ട് വരുത്തിവെച്ച കടമാണോ, ഇതൊന്നും നമുക്കറിയില്ല. ഇതിന് ഈ കേസ് തെളിയേണ്ടതുണ്ട്. അതിന് ഷമിയുടെ വായിൽ നിന്ന് തന്നെ ആ കുടുംബത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഇല്ലായ്മ, അതായത് പിതാവ് ഇല്ലാതെ അതിന് ഷമി തന്നെ പറയണം ഉത്തരം. എന്താണ് ആ കുടുംബത്തിൽ സംഭവിച്ചത് എന്നുള്ളത്. രാവന്തി കഷ്ടപ്പെടുന്ന വിദേശത്ത്, അതായത് ഗൾഫ് നാട്ടിൽ പോയി കഷ്ടപ്പെടുന്ന പിതാവ് ഇല്ലാതിരുന്ന ആ കുടുംബത്തിൽ മകന്റെ അത്യാഡംബരങ്ങളോടുള്ള ഒരു ആകർഷണമാണോ ഈ കുടുംബത്തിൽ ഇത്രയേറെ കടം വരുത്തിവെച്ചത് എന്നുള്ളത് കൂടി പുറത്തു വരേണ്ടതുണ്ട്. കാരണം റഹീം പറയുന്നതനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തിന് ഏതാണ്ട് കൂടി വന്നാൽ ഒരു 15 ലക്ഷം രൂപയുടെ കടം മാത്രമാണുള്ളത്. പക്ഷേ 75 ലക്ഷം രൂപയുടെ കടമാണ് നാട്ടിലുള്ളത് എന്ന് പറയുന്നു. ഈ നാട്ടിലുള്ള കടത്തിന്റെ കണക്ക് കേട്ട് അന്തിച്ചു പോകുന്നുണ്ട് ആ അച്ഛൻ.
ഇത്തരത്തിൽ കടം എങ്ങനെ വന്നു എന്നുള്ളത് പോലും അറിയില്ല. മകനെ സൗദിയിൽ എത്തിച്ചതും നല്ലൊരു ജോലി സ്വപ്നം കണ്ടാണ്. പക്ഷെ അത് തരമാകാതെ മകൻ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങി. 2-3 വർഷം കൂടി നിന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ കടമെല്ലാം വീട്ടാനാകുമെന്ന് ഇപ്പോഴും ആ അച്ഛന് ഉറപ്പുണ്ടായിരുന്നു. അതിനിടയിൽ എന്തിനാണ് ഇത്തരത്തിലൊരു കൊടും ക്രൂരത തൻ്റെ മകൻ കാണിച്ചത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇളയ മകനെയെങ്കിലും അവന് വെറുതെ വിടാമായിരുന്നുവെന്ന് ആ അച്ഛൻ കരഞ്ഞു പറയുന്നുണ്ട്. ഒന്നിനും ഒരു ഉത്തരമില്ലാതെ അഫാൻ ആണെങ്കിൽ ചികിത്സയിൽ തുടരുന്നു. അഫാനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അഫാനെ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. അഫാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഓരോ നീക്കവും സസൂക്ഷ്മം ആശുപത്രി അധികൃതരും പോലീസും വീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അഫാന്റെ മാനസിക നില എത്രത്തോളം ഭദ്രമാണ് എന്നറിയാനുള്ള സൈക്യാട്രിക് തലത്തിലുള്ള ഒരു നിരീക്ഷണവും ടെസ്റ്റും നടത്താൻ ഒരുങ്ങുകയാണ് പോലീസും ഡോക്ടർമാരും ചേർന്ന്. കാരണം ഈ കൂട്ടക്കൊലപാതകം നടത്തിയ അഫാന് കൈവിറക്കാതിരുന്നത് എന്ത് എന്നുള്ളത് തിരിച്ചറിയേണ്ട വസ്തുത തന്നെയാണ്. കാരണം മദ്യപിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും മദ്യപാനം കൊണ്ട് മാത്രം ഇത്രയേറെ ഒരാൾക്ക് 35 കിലോമീറ്റർ ചുറ്റളവിൽ സഞ്ചരിച്ച് കൊലപാതകം നടത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. കടബാധ്യതയുടെ കണക്ക് പുസ്തകം, അഫാന്റെ കടബാധ്യതയുടെ കണക്ക് പുസ്തകം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. എങ്കിൽ പോലും എന്തിന് വീടും പുരയിടവും ഒക്കെ വിറ്റ് ഈ കടം തീർക്കാമായിരുന്നു എന്ന് കരുതുന്നുണ്ടെങ്കിൽ പോലും അതിന് 1-2, അതായത് അവനെ വിമർശിച്ച, അതായത് പ്രതിയെ വിമർശിച്ചിട്ടുള്ളവരെ കൊലപ്പെടുത്തുന്നത് ഊഹിക്കാം. പക്ഷെ എന്തിന് വീണ്ടും തൻ്റെ കുഞ്ഞനുജനെ ചേർത്ത് കൊലപ്പെടുത്തി എന്നുള്ളത് കൂടി പുറത്തു വരേണ്ടതാണ്. അതിന് അഫാന്റെ ഇപ്പോഴത്തെ മാനസിക നില കൂടി കണക്കിലെടുത്ത് മാത്രമേ ചോദ്യം ചെയ്യൽ തുടരാൻ പറ്റൂ. അതുകൊണ്ടാണ് അവർ അഫാന്റെ മാനസിക നില എത്രത്തോളം ഭദ്രമാണ് എന്ന് അറിയാൻ ഒരുങ്ങുന്നത്. നന്ദി.